നമസ്കാരം. നിത്യജ്യോതിഷം എന്ന പ്രതിദിന ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം 2025 മെയ് 22 വ്യാഴാഴ്ചയാണ്. ഇന്നത്തെ കലിദിന സംഖ്യ 18,72,352. ഇന്ന് കൊല്ലവർഷം 1200 ഇടവം 8-ാം തീയതിയാണ്. ശകവർഷം 1947 ജ്യേഷ്ഠമാസം 1-ാം തീയതിയാണ്. ഇന്നത്തെ നക്ഷത്രം പൂരുരുട്ടാതി. ഇന്നത്തെ തിഥി കൃഷ്ണപക്ഷ ദശമിയാണ്. ഇന്നത്തെ കരണം പശുക്കരണം. ഇന്നത്തെ നിത്യയോഗം വിഷ്കംഭ എന്നു പേരുള്ള നിത്യയോഗമാണ്. ഉത്തരായന കാലമാണ്. ഗ്രീഷ്മ ഋതു. ഋതുക്കളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 6 ഋതുക്കളാണ് നമുക്കുള്ളത്. അതിൽ ഗ്രീഷ്മ ഋതു എന്ന് പറയുന്നത് ഈ ജ്യേഷ്ഠം കൊല്ലവർഷത്തിൽ വരുന്ന വൈശാഖ മാസത്തിൻ്റെ അവസാനത്തെ കുറച്ച് ദിവസങ്ങളും ജ്യേഷ്ഠവും ആഷാഢവും ചേർന്നിട്ടുള്ള ഏകദേശം 60-65 ദിവസത്തോളമാണ് ഗ്രീഷ്മ ഋതു വരുന്നത്. അത് കഴിഞ്ഞാൽ ദക്ഷിണായനം തുടങ്ങും. മിഥുനമാസം തുടങ്ങുമ്പോഴത്തേക്കും ദക്ഷിണായനം തുടങ്ങും. ദക്ഷിണായനം തുടങ്ങിക്കഴിഞ്ഞാൽ വർഷ ഋതുവായിരിക്കും. ഇന്നത്തെ രാഹുകാലം നോക്കാം. ഇന്നത്തെ രാഹുകാലം ഉച്ചയ്ക്ക് 1:52 മുതൽ 3:25 വരെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ രാഹുകാലം എന്തുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കലണ്ടറിലുള്ള രാഹുകാലം എല്ലാ ദിവസവും സൂര്യോദയം 6 മണിക്ക് എന്നുള്ള സങ്കല്പത്തിലാണ് കണക്ക് കൂട്ടിയിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ രാഹുകാലം 1:30 തുടങ്ങേണ്ടതായിരുന്നു. 1:30 തൊട്ട് 3 മണി വരെ ആയിരിക്കും ഇന്നത്തെ രാഹുകാലം വരേണ്ടത്. പക്ഷേ ശരിക്കുള്ള രാഹുകാലം, സൂക്ഷ്മപ്പെടുത്തിയ അല്ലെങ്കിൽ കൃത്യതപ്പെടുത്തിയ രാഹുകാലം ഉച്ചയ്ക്ക് 1:52 മുതൽ 3:25 വരെ ആയിരിക്കും. ഇന്നത്തെ ഗുളികകാലം രാവിലെ 9:12 മുതൽ 10:45 വരെയാണ്. ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിന് ഏറ്റവും നല്ല മുഹൂർത്തമായ അഭിജിത്ത് മുഹൂർത്തം. നമ്മൾ പഞ്ചാംഗ ദോഷങ്ങളോ ഗ്രഹദോഷങ്ങളോ ഒന്നും കണക്ക് കൂട്ടാതെ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു മുഹൂർത്തമാണ് അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത്. എല്ലാ ദിവസവും മധ്യാഹ്ന സമയത്താണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത്. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം 11:54 മുതൽ 12:16 വരെയാണ്. അതേപോലെ അതിനുശേഷം മധ്യാഹ്ന വർജ്യം 4 മിനിറ്റ്. അത് കഴിഞ്ഞ് 12:20 മുതൽ 12:42 വരെ ആയിരിക്കും അഭിജിത്ത് മുഹൂർത്തം വരുന്നത്. ഇന്നത്തെ ചന്ദ്രാഷ്ടമം നോക്കാം. ചന്ദ്രാഷ്ടമം ഇന്ന് കർക്കിടകം രാശിയിൽ ജനിച്ചവർക്കാണ്, കർക്കിടക കൂറുകാർക്കാണ് ഇന്നത്തെ ചന്ദ്രാഷ്ടമം വരുന്നത്. കർക്കിടക രാശിയിൽ ജനിച്ചവർക്ക് ചന്ദ്രൻ ഇന്ന് അഷ്ടമത്തിൽ വരുന്നു. അതിനാൽ ശുഭകാര്യങ്ങളൊന്നും കർക്കിടകൻ രാശിയിൽ ജനിച്ചിട്ടുള്ള പുണർദം അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം ഈ നാളിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ശുഭകാര്യങ്ങൾ വർജ്യമാണ്. ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇന്നത്തെ ഗ്രഹനില പരിശോധിക്കാം. ഇന്നത്തെ ഗ്രഹനില ഏകദേശം ഇന്നലത്തെ ഗ്രഹനില തന്നെയാണ്. മേടത്തിൽ ബുധൻ, ഇടവത്തിൽ സൂര്യൻ, മിഥുനത്തിൽ വ്യാഴം, കർക്കിടകത്തിൽ ചൊവ്വയും ഗുളികനും, ചിങ്ങത്തിൽ കേതു, കുംഭത്തിൽ ചന്ദ്രനും രാഹുവും, മീനത്തിൽ ശുക്രനും ശനിയും. ഇതാണ് ഇന്നത്തെ ഗ്രഹനില. നേരത്തെ നമ്മൾ തിഥിയെപ്പറ്റി പറഞ്ഞു. ശരിക്കും തിഥി എന്ന് പറയുന്നത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഭ്രമണത്തിലുണ്ടാകുന്ന വ്യത്യാസത്തിൽ നിന്നും വരുന്നതാണ്. അതായത് സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് വരുമ്പോൾ അമാവാസിയും, സൂര്യനും ചന്ദ്രനും 180 ഡിഗ്രി അകലത്തിൽ വരുമ്പോൾ പൗർണമിയും ഉണ്ടാകുന്നു. ഇതിനിടയ്ക്കുള്ള ദിവസങ്ങളിലാണ് പ്രഥമ തൊട്ട് ചതുർദശി വരെയുള്ള ഓരോ തിഥിയും ഉണ്ടാകുന്നത്. ഓരോ തിഥിയുടെയും ഗുണദോഷങ്ങളെപ്പറ്റി പറയാനുണ്ട്. അത് അടുത്തൊരു അവസരത്തിൽ പറയുന്നതായിരിക്കും. ഇന്നത്തെ പൊതുവായിട്ടുള്ള പഞ്ചാംഗ വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ പ്രതിപാദിച്ചത്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.